മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ചിരുന്ന ആദ്യ ഔദ്യോഗിക വസതി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. 1100 കോടി രൂപയ്ക്കാണ് നെഹ്റുവിൻ്റെ വസതി പേര് വെളിപ്പെടുത്താത്ത മദ്യ വ്യവസായി വാങ്ങാൻ പോകുന്നത്. വിൽപ്പന യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടാകും ഇത്. രാജസ്ഥാനിലെ രാജകുടുംബാംഗമായ രാജ്കുമാരി കക്കർ, ബീന റാണി എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ കെട്ടിടം. വിൽപ്പന സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്നറിയാൻ അഭിഭാഷക സ്ഥാപനം പരസ്യം നൽകിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. പേര് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ശതകോടീശ്വരനായ മദ്യ വ്യവസായിയാണ് വസതി ഏറ്റെടുക്കുന്നത്. 3.25 ഏക്കറിൽ 14,973 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായി 24,000 ചതുരശ്ര അടിയാണ് ബംഗ്ലാവ്. എഡ്വിൻ ലൂട്ടൻസ് രൂപകൽപ്പന ചെയ്ത ലൂട്ടൻസ് ബംഗ്ലാവ് സോണിലാണ് വസതിയും. 3000-ഓളം ബംഗ്ലാവുകളാണ് ലൂട്ടൻസ് സോണിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും കേന്ദ്രമന്ത്രിമാരുടെയും ജഡ്ജിമാരുടെയും എംപിമാരുടെയും വസതികളാണ്. 600 വസ്തുക്കൾ മാത്രമാണ് സ്വകാര്യ കക്ഷികളുടെ കൈവശമുള്ളത്. അതെല്ലാം ശതകോടീശ്വരന്മാരുടെ ഉടമസ്ഥതയിലും. മുംബൈ വർലിയിൽ ഈ വർഷം 634 കോടി രൂപയ്ക്ക് ലീന ഗാന്ധി വാങ്ങിയ വീടായിരുന്നു ഇതുവരെയുള്ള വിൽപ്പനയിലെ റെക്കോർഡ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.